ഹീപ്പ് സോർട്ടിൻ്റെ ഫസ്റ്റ് ഫേസ് ആണ് എന്ത് കൺസ്ട്രക്ഷൻ ഓഫ് ഹീപ്പ് എന്ന് പറയുന്നത്. സോ നമുക്ക് തന്ന അൺഓർഡർഡ് ലിസ്റ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് നമുക്ക് സോർട്ട് ചെയ്യേണ്ട അൺഓർഡർഡ് ലിസ്റ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, അതിനെ ഹീപ്പായിട്ട് കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും എന്ത് നമ്മൾ സോർട്ടിങ് നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് സോർട്ടിങ്ങിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് ഹീപ്പ്. സോ given unordered list of elements, it is essential that a heap is first constructed before heap sort works on it to yield the sorted list. സോ ഒരു സോർട്ടഡ് ലിസ്റ്റ് ഈൽഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഹീപ്പ് സോർട്ട് വർക്ക് ചെയ്തിട്ട് ഒരു സോർട്ടഡ് ലിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് സോർട്ട് ചെയ്യാൻ തന്ന അൺഓർഡർ ലിസ്റ്റ് ഓഫ് എലമെൻസിനെ നമ്മൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഹീപ്പിനെ കൺസ്ട്രക്ട് ചെയ്യണം. അതാണ് ഫസ്റ്റ് നമ്മൾ നടത്തേണ്ടത്. സോ ഹീപ്പ് സോർട്ടിൽ നമ്മൾ സോർട്ടഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അതിന് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു എലമെൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ ഒരു ഹീപ്പിനെ കൺസ്ട്രക്ട് ചെയ്യണം. Then let L equal to K1, K2, K3, etc. Kn be the unordered list. The construction of heap proceed by inserting key from L one by one into the existing heap. K1 is inserted in the initially empty heap as its root. K2 is inserted as the left child of K1. If the property of heap is violated, then K1 and K2 are swapped its position to construct a heap out of themselves. Next, K3 is inserted as the right child of the node K1. If K3 violates the property of heap, it swaps the position with the parent node K1 and so on. സോ നമുക്ക് സോർട്ട് ചെയ്യേണ്ട അൺഓർഡർ ലിസ്റ്റാണ് എൽ എന്ന് പറഞ്ഞ ലിസ്റ്റ് തന്നിട്ടുണ്ട്. അതിലെ വാല്യൂസ് എന്ന് പറയുന്നത് K1, K2, K3 എക്സെട്ര Kn നമ്പേഴ്സ് ഓഫ് വാല്യൂസ് ഉണ്ട്. ദെൻ ഈ ഒരു വാല്യൂസിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ആദ്യം തന്നെ ഹീപ്പ് സോർട്ട് ചെയ്യേണ്ടിയിട്ട് നമ്മൾ സോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് എന്താണ് ആദ്യം ഒരു ഹീപ്പ് ക്രിയേറ്റ് ചെയ്യണം. സോ ആ ഒരു ഹീപ്പ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് ഈ ഒരു എലമെൻറ്റ്സ് വെച്ചിട്ടായിരിക്കും. ദെൻ ഹീപ്പ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ എല്ലിൽ നിന്ന് ഓരോ ഡാറ്റാസിനെ റിമൂവ് ചെയ്തിട്ട് ഇവിടെ ഹീപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. ഓൾറെഡി ആദ്യം ഒരു സിംഗിൾ ഡാറ്റ എടുത്തിട്ട് അതിനെ ഹീപ്പാക്കും. ദെൻ അതിൻ്റെ അകത്ത് പുതിയൊരു നെക്സ്റ്റ് ഒരു എലമെൻറ്റിനെ നോഡിനെ ഇൻസേർട്ട് ചെയ്യും. എല്ലിൽ നിന്ന് ഒരു എലമെൻറ്റിനെ എടുത്തിട്ട് എവിടെ ഇൻസേർട്ട് ചെയ്യും, ഹീപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്യും. ദെൻ അതിന് ഇൻസേർട്ട് ചെയ്ത് ഓരോ എലമെൻറ്റ്സിനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിന് ഹീപ്പ് എന്തായിരിക്കും, അതിൻ്റെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഹീപ്പിൻ്റെ പ്രോപ്പർട്ടി വയലറ്റ് ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. സോ നമ്മൾ ഇൻസേർട്ട് ചെയ്ത വയലറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അതിലെ എലമെൻറ്റ്സിന് സ്വാപ്പ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ഹീപ്പ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എലമെൻറ്റ്സ് തന്ന എലമെൻറ്റ്സ് വെച്ചിട്ട്. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ആദ്യം തന്നെ എന്താണ് K1 എൽ എന്ന് പറഞ്ഞ ലിസ്റ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്, N എന്ന് പറഞ്ഞിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ട്. സോ K1, K2 എക്സെട്ര Kn എലമെൻറ്റ്സ് ഉണ്ട്. സോ ആദ്യം എല്ലിൽ നിന്ന് നമ്മൾ K1 എന്ന് പറഞ്ഞ എലമെൻറ്റ്സിനെ റിമൂവ് ചെയ്തു. സോ K1 പറഞ്ഞ എലമെൻറ്റിനെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഹീപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഹീപ്പിൽ കറൻ്റ്ലി ആദ്യത്തെ എലമെൻ്റ് ആയിട്ടാണ് നമ്മൾ K1നെ ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ K1 ആയിരിക്കും അതിൻ്റെ ആ ഒരു ഹീപ്പിൻ്റെ എം ടി ആയിട്ടുള്ള ഹീപ്പിൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. സോ എം ടി ആയിട്ടുള്ള ഹീപ്പ് ഇനീഷ്യലി അതെന്താണ് എം ടി ഹീപ്പായിരുന്നു. അതിലേക്ക് നമ്മൾ K1 എന്ന് പറഞ്ഞ എലമെൻറ്റിനെ അല്ലെങ്കിൽ നോഡിനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ K1 എന്ന് പറഞ്ഞ എന്താണ് അതിൻ്റെ റൂട്ടാണ്. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹീപ്പ് എന്ന് പറയുന്നത് എന്താണ് കംപ്ലീറ്റ് ബൈനറി ട്രീ ആണ്. സോ കംപ്ലീറ്റ് ബൈനറി ട്രീ എന്താണ് നമ്മൾ ലെവൽ ബൈ ലെവലാണ് ഫില്ല് ചെയ്തു പോകുന്നത്. ദെൻ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഓരോ നോട്ട്സിനെയും ആഡ് ചെയ്യുന്നത്. ആദ്യം റൂട്ടിനെ ഇൻസേർട്ട് ചെയ്യുന്നു, ദെൻ അടുത്ത നോഡ് വരുമ്പോൾ എന്താണ് റൂട്ടിൻ്റെ ലെഫ്റ്റ് നോഡായിട്ടാണ് ഇൻസേർട്ട് ചെയ്യുക. ദെൻ അതിനുശേഷം അടുത്തൊരു നോഡ് വരുമ്പോൾ റൂട്ടിൻ്റെ റൈറ്റ് നോഡായിട്ട് വരും. ദെൻ ഇനിയും പുതിയൊരു നോഡ് വന്നു കഴിഞ്ഞാൽ എന്താ റൂട്ടിൻ്റെ ലെഫ്റ്റ് നോഡായിട്ടായിരിക്കും നമ്മൾ ആ ഒരു എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യുക. സോ നമ്മൾ ഓരോ ലെവൽ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലിലേക്ക് ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഡാറ്റാസിനെ ഇൻസേർട്ട് ചെയ്യുക. സോ കംപ്ലീറ്റ് ബൈനറി ട്രീ ആകുമ്പോൾ എന്താണ് എല്ലാ ലെവൽസിലും എന്താണ് ഡാറ്റാസ് ഫില്ല് ആയിട്ടുണ്ടാവും എക്സെപ്റ്റ് ദ ലാസ്റ്റ് ലെവൽസിൽ മാത്രമാണ് എന്ത് ഈ ഒരു ഫില്ലിങ്ങിൽ ലെഫ്റ്റ് ആസ് പോസിബിൾ ആസ് ലെഫ്റ്റ് ആയിരിക്കും നമ്മൾ നോട്ട്സിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. സോ ഇത്രയും കാര്യമാണ് കംപ്ലീറ്റ് ബൈനറി ട്രീയിൽ പറയാനുള്ളത്. സോ ഹീപ്പ് എന്ന് പറയുന്നത് എന്താണ് കംപ്ലീറ്റ് ബൈനറി ട്രീ ആണ്. സോ K1 നമ്മൾ ഡയറക്റ്റ്ലി റൂട്ടായിട്ട് ഇൻസേർട്ട് ചെയ്യും. ദെൻ K2 എന്ന് പറഞ്ഞ നോഡിനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എവിടെയാണ് ഇൻസേർട്ട് ചെയ്യുക, K1 എന്ന് പറഞ്ഞ നോഡിൻ്റെ ലെഫ്റ്റ് നോഡായിട്ടാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. ബിക്കോസ് കംപ്ലീറ്റ് ബൈനറി ട്രീ ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ റൈറ്റ് നോഡായിട്ടായിരുന്നു K2നെ ഇൻസേർട്ട് ചെയ്തെങ്കിൽ അത് കംപ്ലീറ്റ് ബൈനറി ട്രീ ആവോ, ഇല്ല. സോ അതാണ് എന്ത് നമ്മൾ K1ൻ്റെ ലെഫ്റ്റ് ചൈൽഡായിട്ട് K2നെ ഇൻസേർട്ട് ചെയ്യും. ദെൻ K2 ഈസ് ഇൻസേർട്ടഡ് ആസ് ദ ലെഫ്റ്റ് ചൈൽഡ് ഓഫ് K1. K1ൻ്റെ ലെഫ്റ്റ് ചൈൽഡായിട്ട് K2നെ ഇൻസേർട്ട് ചെയ്യുക. ദെൻ അത് ചെക്ക് ചെയ്യുക ഹീപ്പിൻ്റെ പ്രോപ്പർട്ടി വയലറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. സോ ഹീപ്പിൻ്റെ പ്രോപ്പർട്ടി ഇപ്പോൾ നമ്മൾ ഹീപ്പ് സോർട്ടിൽ നമ്മൾ മാക്സ് ഹീപ്പ് എന്നുള്ള കൺസിഡർ ചെയ്തിട്ടാണ് സോർട്ട് ചെയ്ത്. സോ മാക്സ് ഹീപ്പാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ മാക്സ് ഹീപ്പ് എന്ന് പറയുമ്പോൾ പാരന്റ് നോഡിന് ഗ്രേറ്റർ ദാൻ വാല്യൂസ് ഓർ ഈക്വൽ ടു വാല്യൂസ് ദാൻ ചൈൽഡ് നോഡിനേക്കാളും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വാല്യൂസേ എവിടെ വരാൻ പാടുള്ളൂ, പാരന്റ് നോഡിന് വരാൻ പറ്റും. അപ്പോൾ എന്താണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, ഇഫ് ദ പ്രോപ്പർട്ടി ഓഫ് ഹീപ്പ് ഈസ് വയലറ്റഡ് ദെൻ K1 ആൻഡ് K2 സ്വാപ്സ് പൊസിഷൻ ടു കൺസ്ട്രക്ട് ഹീപ്പ് ഔട്ട് ഓഫ് ദംസെൽഫ്. സോ K2നെ ഇൻസേർട്ട് ചെയ്താൽ നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് K2നെ ഇൻസേർട്ട് ചെയ്താൽ K2ൻ്റെ പാരൻറ്റുമായിട്ട് കമ്പയർ ചെയ്യും.
K2നേക്കാളും ഗ്രേറ്റർ ദാൻ വാല്യൂ ഓർ ഈക്വൽ ടു വാല്യൂ ആണോ പാരൻറ്റ് നോഡിനുള്ളതെന്ന് ചെക്ക് ചെയ്യും. അല്ലെങ്കിൽ വയലറ്റ് ചെയ്യുകയാണെങ്കിൽ K2ന് ഗ്രേറ്റർ വാല്യൂ പാരൻറ്റിന് ലെസ് ദാൻ വാല്യൂ ആണെങ്കിൽ എന്ത് നമ്മൾ ചെയ്യണം, അതിനെ സ്വാപ്പ് ചെയ്യണം. സോ അതാണ് പറഞ്ഞത്, ഇഫ് ദ പ്രോപ്പർട്ടി ഓഫ് ഹീപ്പ് ഈസ് വയലേറ്റഡ് ദെൻ K1 ആൻഡ് K2 സ്വാപ്സ് പൊസിഷൻ ടു കൺസ്ട്രക്ട് എ ഹീപ്പ് ഔട്ട് ഓഫ് ദംസെൽ. അതിൽ ഹീപ്പ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ പ്രോപ്പർട്ടി വയലേറ്റ് ചെയ്യാതെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ, അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, K1നെയും K2നെയും എന്ത് ചെയ്യും, സ്വാപ്പ് ചെയ്യും. ഈ വയലറ്റ്സ് ആ ഒരു ഹീപ്പിൻ്റെ പ്രോപ്പർട്ടി വയലറ്റ് ചെയ്യുകയാണെങ്കിൽ K1നെയും K2നെയും നമ്മൾ സ്വാപ്പ് ചെയ്യും. ഇതാണ് ഫസ്റ്റ് K2നെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. ദെൻ അത് കഴിഞ്ഞാൽ K3 എന്ന് പറഞ്ഞ നോഡിനെ ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, L എന്ന് പറഞ്ഞ ലിസ്റ്റിൽ നിന്ന് K3 എന്ന് പറഞ്ഞ നോഡിനെ എടുത്തിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണ്. ഇൻസേർട്ട് ചെയ്യുമ്പോൾ എവിടെയാണ് ചെയ്യേണ്ടത്, ഒരു റൂട്ട് നോഡിൻ്റെ ലെഫ്റ്റായിട്ട് K2 ഇൻസേർട്ട് ചെയ്തു. ദെൻ അടുത്ത് എവിടെയാണ് ചെയ്യേണ്ടത്, റൈറ്റ് നോഡായിട്ടാണ്. സോ റൈറ്റ് നോഡായിട്ട് K3നെ ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, ദെൻ K3നെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമ്മൾ എന്താണ് ചെക്ക് ചെയ്യുന്നത്, സെയിം പ്രോപ്പർട്ടി ചെക്ക് ചെയ്യുക. ഇഫ് K3 വയലേറ്റ്സ് ദ പ്രോപ്പർട്ടി ഓഫ് ഹീപ്പിൻ്റെ പ്രോപ്പർട്ടി K3നെ ഇൻസേർട്ട് ചെയ്തപ്പോൾ വയലറ്റ് ആവുന്നുണ്ടോ ചെക്ക് ചെയ്യുക. ദെൻ വയലറ്റ് ആവുന്നുണ്ടെങ്കിൽ സ്വാപ്സ് ദ പൊസിഷൻസ് വിത്ത് ദ പാരൻറ്റ് K1. അത് എന്തായിട്ട് സ്വാപ്പ് ചെയ്യണം, K3 K1 എന്ന് പറഞ്ഞിട്ടുള്ള പാരൻറ്റ് നോഡുമായിട്ട് എന്ത് ചെയ്യണം, സ്വാപ്പ് ചെയ്യണം. ഇതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തു പോകും ഓരോ നോഡ്സിനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ. സോ ഇനി അടുത്ത നോഡ് വരുമ്പോൾ അത് അതിൻ്റെ പാരൻറ്റുമായിട്ട് കമ്പയർ ചെയ്യും. വയലറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ സ്വാപ്പ് ചെയ്യും. ദെൻ അത് പിന്നെയും വയലറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പിന്നെയും സ്വാപ്പ് ചെയ്യും. ഇതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തു പോകും അണ്ടിൽ ദ ലാസ്റ്റ് നോഡ് ഈസ് ഇൻസേർട്ടഡ്. ലാസ്റ്റ് നോഡായ Kn ഇൻസേർട്ട് ചെയ്യുന്നവരെ എന്ത് ചെയ്യും, ഇതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തു പോകും. ദെൻ ഇൻ ജനറലായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഫോർ I എന്ന് പറഞ്ഞ ഒരു നോഡുണ്ട്. ഓക്കെ, I എന്ന് പറഞ്ഞ നോഡ്, ith നോഡിൻ്റെ പാരൻറ്റ് നോഡ് എന്ന് പറയുന്നത് എന്താണ്, ഏത് പൊസിഷനിലാണ് ഫ്ലോർ ഓഫ് I/2 എന്ന് പറഞ്ഞിട്ടുള്ള പൊസിഷനിലാണ് ഉണ്ടാവുക. ഓക്കെ, നമ്മളിപ്പോൾ ഒരു നോഡ്സിന് നമ്പറിങ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ റൂട്ട് നോഡിന് 1 കൊടുത്തു, ദെൻ റൂട്ട് നോഡിൻ്റെ ലെഫ്റ്റ് ചൈൽഡിന് 2 കൊടുക്കും, റൂട്ട് നോഡിൻ്റെ റൈറ്റ് ചൈൽഡിന് 3 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തു. അങ്ങനെ ഓർഡറിൽ നമ്പറിങ് ചെയ്യുകയാണെങ്കിൽ I എന്ന് പറഞ്ഞ നോഡിൻ്റെ പാരൻറ്റ് നോഡ് ഏതായിരിക്കും, ഫ്ലോർ ഓഫ് I/2 ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായി. ദെൻ ലെഫ്റ്റ് ചൈൽഡ് I എന്ന് പറഞ്ഞ നോഡിൻ്റെ ലെഫ്റ്റ് ചൈൽഡ് എവിടെയാണ് ഉണ്ടാവുക, 2i എന്ന് പറഞ്ഞ പൊസിഷനിലാണ് ഉണ്ടാവുക. ദെൻ അതിൻ്റെ റൈറ്റ് ചൈൽഡ് എന്ന് പറഞ്ഞ ഏത് പൊസിഷനിലാണ് ഉണ്ടാവുക, 2i+1 എന്ന് പറഞ്ഞ പൊസിഷനിലാണ് ഉണ്ടാവുക. ഓക്കെ, നമ്പറിങ് ആയിരിക്കും ഉണ്ടാവുക. സോ ഇൻ ജനറൽ എ കീ Ki is inserted into the heap as the child of node floor of I/2. Okay, then following the principles of complete binary tree. കംപ്ലീറ്റ് ബൈനറിൻ്റെ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ എലമെൻസിനെയും ഇൻസേർട്ട് ചെയ്യുന്നത്. സോ Ki എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീ ഉണ്ട്. Ki എന്ന് പറഞ്ഞിട്ടുള്ള കീനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ, നമ്മൾ ഹീപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എവിടെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്, I/2 എന്ന് പറഞ്ഞ ഫ്ലോർ ഓഫ് I/2 എന്ന് പറഞ്ഞ നോഡിൻ്റെ ചൈൽഡ് ആയിട്ടായിരിക്കും നമ്മൾ എന്തിനെ ഇൻസേർട്ട് ചെയ്യുക, Ki എന്ന് പറഞ്ഞ നോഡിനെ ഇൻസേർട്ട് ചെയ്യുക. Then if the property of heap is violated, then swap Ki and Ki floor of Ki/2, which in turns may trigger the further adjustment between Ki/2 and its parent and so on. നമ്മൾ പറഞ്ഞിട്ടുള്ള ഓരോ നോഡ്സ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഹീപ്പിൻ്റെ പ്രോപ്പർട്ടി വയലേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യും. വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു നോഡും അതിൻ്റെ പാരൻറ്റ് നോഡുമായിട്ട് സ്വാപ്പ് ചെയ്യും. ഓക്കെ, ഇതാണ് പ്രോസസ്സ് എന്ന് പറഞ്ഞത്. സോ Ki എന്ന് പറഞ്ഞ നോഡിൻ്റെ പാരൻറ്റ് നോഡ് എന്ന് പറയുന്നത് ഏതായിരിക്കും, K ഓഫ് ഫ്ലോർ ഓഫ് I/2 എന്ന് പറഞ്ഞ നോഡായിരിക്കും അതിൻ്റെ പാരൻറ്റ് നോഡ് എന്ന് പറഞ്ഞത്. സോ നമ്മൾ Ki എന്ന് പറഞ്ഞ നോഡിനെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹീപ്പിൻ്റെ പ്രോപ്പർട്ടീസ് വയലേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഏതൊക്കെ തമ്മിൽ, Ki ആൻഡ് K ഫ്ലോർ ഓഫ് I/2 ആയിട്ട് കമ്പയർ ചെയ്യും. സോ വയലറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ Ki ആൻഡ് K ഫ്ലോർ ഓഫ് I/2 ആയിട്ട് എന്ത് ചെയ്യും, സ്വാപ്പ് ചെയ്യും. അതും Ki എന്ന് പറഞ്ഞ നോഡും അതിൻ്റെ പാരൻറ്റ് നോഡായ K ഫ്ലോർ ഓഫ് I/2 എന്ന് പറഞ്ഞിട്ടുള്ള നോഡുമായിട്ട് അതിനെ സ്വാപ്പ് ചെയ്യും. ദെൻ സ്വാപ്പ് ചെയ്തു. ദെൻ ഇതേ പ്രോസസ്സ്
അടുത്ത മേ ബി ഈ നമ്മൾ സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മേലത്തെ നോഡും അതിൻ്റെ പാരൻറ് നോഡും എന്താണ് ഹീപ്പ് പ്രോപ്പർട്ടി വയലേറ്റ് ചെയ്യുന്നുണ്ടാവും. സോ അതിനെയും സ്വാപ്പ് ചെയ്യണം. അങ്ങനെ സ്വാപ്പ് ചെയ്ത് പോകണം. സോ വിച്ച് ഇൻ ടേൺസ് മേ ട്രിഗർ ദ ഫർദർ അഡ്ജസ്റ്റ്മെൻറ്റ് ബിറ്റ്വീൻ കെ ഫ്ലോർ ഓഫ് i/2 ആൻഡ് ഇറ്റ്സ് പാരൻറ് ആൻഡ് സോ ഓൺ. അതാണ് പറഞ്ഞത്, ഒരു നോഡും അതിൻ്റെ പാരൻറ്റും സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കറൻ്റ്ലി സ്വാപ്പ് ചെയ്ത് പാരൻറ്റ് നോഡിനും അതിൻ്റെ പാരൻറ്റ് നോഡുമായിട്ട് പിന്നെയും കമ്പയർ ചെയ്ത് പോകേണ്ടി വരും. ഓക്കെ. സോ ഹീപ്പ് സോർട്ടിൻ്റെ ഫസ്റ്റ് ഫേസ് ആണ് എന്ത് കൺസ്ട്രക്ഷൻ ഓഫ് ഹീപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള. സോ ഹീപ്പിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഹീപ്പ് ക്രിയേറ്റ് ചെയ്യും. കൺസ്ട്രക്ഷൻ ഓഫ് ഹീപ്പ് എങ്ങനെയാണ്, നമുക്ക് തന്ന എലമെൻസിൽ നിന്ന് ഓരോ ഡാറ്റാസ് എടുത്തിട്ട് അതിനെ ഹീപ്പായിട്ട് ക്രിയേറ്റ് ചെയ്യും. സോ ഓരോ ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതും അതിൻ്റെ പാരൻറ്റ് നോഡുമായിട്ട് കമ്പയർ ചെയ്യും. ദെൻ അവിടെ പ്രോപ്പർട്ടി ഓഫ് ഹീപ്പ് വയലറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു നോഡും അതിൻ്റെ പാരൻറ്റ് നോഡും സ്വാപ്പ് ചെയ്യും. ദെൻ അതെന്താണ് ഫർദർ അതും അതിൻ്റെ പാരൻറ്റ് നോഡുമായിട്ട് കമ്പയർ ചെയ്യും. ദെൻ അങ്ങനെ കമ്പയർ ചെയ്തിട്ട് പോകും ഹീപ്പിൻ്റെ പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നവരെ. ഓക്കെ. ദെൻ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യുന്നു. ദെൻ ഇതേപോലെ തന്നെ ചെക്ക് ചെയ്യുന്നു. ഇതാണ് എന്ത് കൺസ്ട്രക്ഷൻ ഓഫ് ഹീപ്പ്. സോ ലാസ്റ്റ് കെ എന്ന് പറഞ്ഞിട്ടുള്ള നോഡ് ഇൻസേർട്ട് ചെയ്യുന്നതോടെ അല്ലെങ്കിൽ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുന്നതോടെ എന്താണ് നമ്മൾ ഹീപ്പ് കൺസ്ട്രക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. സോ ഈ ഹീപ്പ് കൺസ്ട്രക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന്ന് ഏതെങ്കിലും റൂട്ട് നോഡ്, ഇതിൻ്റെ റൂട്ട് നോഡ്, ഇപ്പോൾ മാക്സ് ഹീപ്പാണ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ മാക്സ് ഹീപ്പാണെങ്കിൽ റൂട്ട് നോഡിൽ എന്താണ് ആ ഒരു എലമെൻസിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എവിടെ വന്നിട്ടുണ്ടാവും, മാക്സ് ഹീപ്പിൻ്റെ റൂട്ടിലേക്ക് വന്നിട്ടുണ്ടാവും. സോ അവിടെ നിന്ന് എന്താണ് നമ്മൾ എലമെൻസിനെ റിമൂവ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, ഔട്ട്പുട്ട് ലിസ്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക. ഇതാണ് എന്ത് നെക്സ്റ്റ് ഫേസസിൽ പറയാനുള്ളത്. സോ ഓരോന്നിനെ റിമൂവ് ചെയ്തിട്ട് ഔട്ട്പുട്ട് ലിസ്റ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്താണ് ഹീപ്പ് പിന്നെയും ഡിസ്റ്റർബ്ഡ് ആവും. ഓക്കെ. സോ ഹീപ്പ് ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഹീപ്പിനെ റീകൺസ്ട്രക്റ്റ് ചെയ്യണം. ഓക്കെ. അതാണ് സെക്കൻഡ് ഫേസസ് എന്ന് പറയുന്നത്. സോ ഇപ്പം നമ്മൾ എന്താണ് പറഞ്ഞത്, കൺസ്ട്രക്ഷൻ ഓഫ് ഹീപ്പ്. ഹീപ്പ് സോർട്ടിലെ ഫസ്റ്റ് ഫേസ് ആണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്.